കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്നൊരു വ്ളോഗ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീടിനടുത്തുള്ള മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. എല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യൂ പോയിന്റ് ആണ് കോട്ടപ്പാറ വ്യൂ പോയിന്റ്. അത് നമ്മുടെ വീടിന്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരം ഉണ്ടാകും കേട്ടോ. ഇന്നിപ്പോ ജോലി തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടും മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടും ഞാൻ ഇന്ന് അവധി എടുത്താണ് കേട്ടോ. അപ്പോൾ ആ അവധി സമയം ഒരു കുറച്ചു നേരം ഒരു വ്ളോഗ് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. എന്തായാലും ഒട്ടും താമസിക്കണ്ട, മനോഹരമായ കാഴ്ചകളിലേക്ക് യാത്രയാകാം. കാടിന് നടുവിലൂടെയുള്ള ചെറിയ വഴികളിൽ കൂടിയാണ് കേട്ടോ നമുക്ക് കോട്ടപ്പാറയിലേക്ക് എത്തേണ്ടത്. കണ്ടില്ലേ, ചുറ്റിനും പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ. ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ കോട്ടപ്പാറ നമുക്ക് സമ്മാനിക്കുക. ഇടുക്കി ജില്ലയിലെ വണ്ണപ്പുറത്ത് നിന്ന് മുള്ളരിങ്ങാട് റൂട്ടിൽ ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ടാകും കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ. ഏതൊരു പ്രായക്കാർക്കും പ്രയാസം കൂടാതെ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിന്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കോട്ടപ്പാറ. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ വന്നത്. ഇനിയുമുണ്ട് കുറച്ച് ദൂരം മുന്നോട്ട് പോകാൻ. കണ്ടില്ലേ, മനോഹരമായ കാഴ്ചകൾ തന്നെയാണല്ലേ കൂട്ടുകാരെ. കോട്ടപ്പാറയെ പ്രശസ്തമാക്കിയത് എന്താണെന്നറിയാമോ? വെളുപ്പിനുണ്ടാകുന്ന മഞ്ഞ് തന്നെയാണ് കേട്ടോ. രാത്രി മഴ പെയ്താൽ വെളുപ്പിന് ഇവിടെ മൊത്തം മഞ്ഞാകും കേട്ടോ. കണ്ണെത്താ ദൂരം പഞ്ഞിക്കെട്ട് പോലെ കിടക്കുന്ന ആ മഞ്ഞ് കാണാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ദിനം പ്രതി ആളുകളാണ് കേട്ടോ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പാസില്ലാതെ കാണാൻ പറ്റിയ ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കോട്ടപ്പാറ. നമ്മളിപ്പോൾ മഞ്ഞില്ലാത്ത കോട്ടപ്പാറ കാണാനാണ് കേട്ടോ പോകുന്നത്. മഞ്ഞില്ലെങ്കിൽ എന്താ, കോട്ടപ്പാറ ഇത്ര സുന്ദരിയാണല്ലേ കൂട്ടുകാരെ. എൻ്റെ നാട്ടിലുള്ള ഒരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതുപോലെ മഞ്ഞൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കോട്ടപ്പാറ കാണാൻ സുന്ദരിയാണെങ്കിലും അപകടം പതിയിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇത്. മഴ പെയ്താൽ ഈ പാറകളെല്ലാം വഴുക്കലാകും. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം കേട്ടോ. മഴ പെയ്തു തോർന്നാൽ പിന്നെ ഇവിടെയെല്ലാം മൂടൽമഞ്ഞ് കൊണ്ട് നിറയും കേട്ടോ. മീശപ്പുലി മലയോട് സാമ്യമുള്ള ഒരു മല കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കോട്ടപ്പാറ. കൂട്ടുകാരെ, മഞ്ഞില്ലാത്ത കോട്ടപ്പാറയുടെ സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ചോളൂ കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾക്ക് കോട്ടപ്പാറയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഇഷ്ടമായെന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതുപുത്തൻ വിശേഷങ്ങളും പുതിയൊരു കാഴ്ചയുമായി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.